മനുഷ്യരാശിയെ ഒന്നായിട്ടലട്ടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് മനസ്സിൻ്റെ നിയന്ത്രണം എന്നത്. ബുദ്ധൻ്റെ കുറച്ച് തത്വങ്ങളാണ് ഈ വീഡിയോയിൽ നോക്കുന്നത്. ബുദ്ധൻ മനസ്സിനെ ആറാമത്തെ ഇന്ദ്രിയമായി, അതായത് സിക്സ്ത് സെൻസ് ആയിട്ടാണ് കണ്ടിരുന്നത്. അതിനെ നാം എങ്ങനെ നിയന്ത്രിക്കുന്നു എന്നതിലാണ് നമ്മുടെ ദുരിതവും സമാധാനവും സ്ഥിതി ചെയ്യുന്നത്. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറന്നു പോവരുതേ. 1. വിവേകമുള്ള ശ്രദ്ധ, റൈറ്റ് മൈൻഡ്ഫുൾനെസ്. നെഗറ്റീവ് സ്വാധീനങ്ങളെ നിയന്ത്രിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തത്വമാണിത്. എന്താണിത്? ഓരോ നിമിഷവും നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകളെ, വികാരങ്ങളെ, ശാരീരിക അനുഭവങ്ങളെ വിധിക്കാതെ നിരീക്ഷിക്കുക. വിത്തൗട്ട് ജഡ്ജ്മെൻ്റ് ആണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയായാൽ നെഗറ്റീവ് സാഹചര്യത്തിൽ, അതായത് ഒരു നെഗറ്റീവ് വ്യക്തി നിങ്ങളെ വിമർശിക്കുമ്പോൾ നിങ്ങൾക്കകത്ത് ദേഷ്യം, ആ ഒരു വികാരം ഉണ്ടാവുന്നു. ഉടൻ പ്രതികരിക്കുന്നതിനു പകരം ആ ദേഷ്യത്തെ നിങ്ങൾ ശ്രദ്ധിക്കുക. എനിക്ക് ദേഷ്യം വരുന്നു എന്ന് മനസ്സ് പറയുന്നു. ഈ ദേഷ്യം നിങ്ങളല്ല, മറിച്ച് നിങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു വികാരം മാത്രമാണെന്ന് തിരിച്ചറിയുക. അങ്ങനെ കാണുന്നത് കൊണ്ടുള്ള ഫലം എന്തെന്നാൽ, ദേഷ്യത്തെ തിരിച്ചറിയുമ്പോൾ അതിനോട് പ്രതികരിക്കാനുള്ള അത്യാവശ്യം ഇല്ലാതാകുന്നു. നെഗറ്റീവ് സ്വാധീനങ്ങളെ നിങ്ങളെ നിയന്ത്രിക്കുന്നത് തടയാൻ കഴിയും. നിങ്ങൾ അതിനെ നിയന്ത്രിച്ചു കൊള്ളും. 2. ആസക്തി ഉപേക്ഷിക്കൽ, നോൺ അറ്റാച്ച്മെന്റ്. നമ്മുടെ ദുരിതങ്ങൾക്കെല്ലാം കാരണം ആസക്തിയാണ്, അഥവാ പിടിവാശി എന്ന് ബുദ്ധൻ പഠിപ്പിക്കുന്നു. എന്താണിത്? ഒരു പ്രത്യേക ഫലം അല്ലെങ്കിൽ ഒരാൾ നമ്മളോട് എങ്ങനെ പെരുമാറണം എന്നതിലുള്ള നമ്മുടെ വാശിയെ, ആഗ്രഹങ്ങളെ ഉപേക്ഷിക്കുക. നെഗറ്റീവ് സാഹചര്യങ്ങളിൽ എല്ലാവരും എന്നോട് നന്നായി പെരുമാറണം എന്ന ആസക്തി നിങ്ങൾക്കുണ്ടെങ്കിൽ, ഒരു നെഗറ്റീവ് വ്യക്തി മോശമായി പെരുമാറുമ്പോൾ നിങ്ങൾ വേദനിക്കും. ഈ ആസക്തി ഉപേക്ഷിക്കുക. ആളുകൾ അവരുടെ സ്വഭാവം അനുസരിച്ചാണ് പെരുമാറുന്നത്. അതിൽ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള ഫലം, മറ്റൊരാളുടെ നെഗറ്റീവ് സ്വഭാവത്തിൽ നിങ്ങൾ വൈകാരികമായി ഇടപെടുന്നത് കുറയും. നിങ്ങൾ സ്വതന്ത്രരാകാൻ തുടങ്ങും. 3. ചിന്തകളുടെ ഉറവിടം, എക്സാമിനിങ് ദ റൂട്ട്. നെഗറ്റീവ് ചിന്തകൾ എവിടെ നിന്ന് വരുന്നു എന്ന് തിരിച്ചറിയുക. എന്താണിത്? ഒരു ചിന്ത വരുമ്പോൾ ഇത് എവിടെ നിന്ന് വന്നു, ഇത് എനിക്ക് സന്തോഷം നൽകുമോ, ഇത് മറ്റൊരാൾക്ക് ദോഷം ചെയ്യുമോ എന്ന് സ്വയം ചോദിക്കുക. ഇതൊരു നെഗറ്റീവ് സാഹചര്യത്തിലാണെങ്കിൽ, മറ്റൊരാളോട് പ്രതികാരം ചെയ്യാനുള്ള ഒരു നെഗറ്റീവ് ചിന്ത മനസ്സിൽ വരുമ്പോൾ ഉടൻ പ്രതികരിക്കരുത്. ഈ ചിന്ത ദേഷ്യത്തിൽ നിന്നാണ് വരുന്നതെന്നും ഇത് പ്രവൃത്തിയിലാക്കിയാൽ കൂടുതൽ ദുരിതം മാത്രമേ ഉണ്ടാകൂ എന്നും സ്വയം തിരിച്ചറിയുക. ഇതിൻ്റെ ഫലമായി ദോഷകരമായ ചിന്തകളെ അതിൻ്റെ വേരറുത്ത് കളയാനും നല്ല ചിന്തകളെ മാത്രം വളർത്താനും അല്ലെങ്കിൽ പരിശീലിപ്പിക്കാനും മനസ്സിന് കഴിയും. ഇപ്പോൾ പറഞ്ഞ ഈ തത്വങ്ങളെല്ലാം തന്നെ നമ്മൾ നേരിടുന്ന നെഗറ്റീവ് ആളുകളുമായി ഇടപഴകുമ്പോൾ നമ്മുടെ ആന്തരിക സമാധാനം നഷ്ടപ്പെടാതെ സംരക്ഷിക്കാൻ സഹായിക്കുന്നതാണ്. കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു ദ യൂണിവേഴ്സ്.